ഗുഡ് മോർണിംഗ് ട്രേഡേഴ്സ്. ഓക്കെ, ഇപ്പം സമയം 10:21. ഓക്കെ, ചെറിയൊരു ഇൻഡ്യൂസ്മെൻറ്റ് വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് ആ ഒരു ഏരിയയിൽ നിന്ന് ഞാനൊരു പുട്ട് എൻട്രിയാണ് നോക്കുന്നത്. ബാങ്ക് നിഫ്റ്റിയിലെ ഒരു പുട്ട് എൻട്രിയാണ് നോക്കുന്നത്. ഓക്കെ, ഞാനിപ്പം ഈ ഒരു ലെവലിൽ നിന്നാണ് ഞാനിപ്പോൾ എൻട്രി ചെയ്യുന്നത്. ഓക്കെ, ഞാനപ്പോൾ ആ ഒരു സ്റ്റീപ്പ് ആയപ്പോഴത്തേക്കിന് ഞാൻ ഓൾറെഡി ഇപ്പോൾ എൻട്രി എടുത്തിട്ടുണ്ട്. ഓക്കെ, ആ ഒരു ലെവലിലോട്ടാണ് ഞാനിപ്പോൾ എൻ്റെ ടാർഗറ്റ് സെറ്റാക്കുന്നത് 121 പോയിൻറ്റ്സ് ആണ്. സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത് ഒരു 40-45 പോയിൻറ്റ്സ് ആണ് ഞാൻ സ്റ്റോപ്പ് ലോസ് വെക്കുന്നത്. ഓക്കെ, നിയർലി ഒരു 1:2 1:3 റിസ്ക് റിവാർഡിലുള്ളൊരു ട്രേഡാണ്. ഓക്കെ, നമുക്ക് 135 ക്വാണ്ടിറ്റിയാണ് ഞാനിപ്പോൾ എടുത്തേക്കുന്നത്. ഓക്കെ, 135 ക്വാണ്ടിറ്റി ബാങ്ക് നിഫ്റ്റിയിലായതുകൊണ്ട് ഞാൻ 135 ക്വാണ്ടിറ്റിയിട്ടാണ് ഞാൻ ട്രേഡ് ചെയ്തത്. ഇപ്പം ഓക്കെ, ഇപ്പം ഞാനത് കാണിക്കാം. ഓക്കെ, ഞാൻ എൻട്രി 135 ക്വാണ്ടിറ്റി ഞാൻ എൻട്രി ചെയ്തേക്കുന്നതെന്ന് പറഞ്ഞാൽ 187 ആണ്. എൻ്റെ SL എന്ന് പറയുന്നത് 171 ആണ്. ഓക്കെ, നിയർലി ഒരു 15 to 16 നിയർലി 20 പോയിൻറ്റ്സ് കൂട്ടാം. ഓക്കെ, നിയർലി 20 പോയിൻറ്റ്സ്. ഓക്കെ, നമുക്കപ്പം മാക്സിമം ലോസ് വരുന്നത് എത്രയാണ്? 135 into 20. ഓക്കെ, 2500 ആ ഒരു റേഞ്ച്. ഓക്കെ, 2000 to 2300 ആ ഒരു റേഞ്ചാണ് നമുക്ക് സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ആവുകയാണെങ്കിൽ നമ്മുടെ സ്റ്റോപ്പ് ലോസ് വരുന്നത്. ഓക്കെ, ടാർഗറ്റ് വരുന്നത് നമുക്ക് ആ ഒരു ലെവൽ. ഓക്കെ, നിയർലി 1:3 1:4 ആ ഒരു ലെവലിലാണ് നമുക്ക് ടാർഗറ്റ് വരുന്നത്. ഓക്കെ, നല്ലൊരു റിജക്ഷനും കാര്യങ്ങളൊക്കെ നമുക്ക് ആ ഒരു ഏരിയയിൽ നിന്ന് വരുന്നുണ്ട്. നമുക്ക് എന്തായാലും ഒന്ന് നോക്കാം. ഓക്കെ, ആക്ച്വലി ഇന്ന് മാർക്കറ്റ് നമ്മുടെ ഒരു ലെവൽ ബ്രേക്ക് ചെയ്തിട്ട് അപ്സൈഡിലോട്ടാണ്, സ്റ്റിൽ ബുള്ളിഷായിട്ടാണ് എനിക്ക് മാർക്കറ്റ് തോന്നുന്നത്. അപ്പം ഇതൊരു കൗണ്ടർ ട്രേഡായിട്ടാണ് ഞാനിപ്പോൾ എടുത്തേക്കുന്നത്. ഓക്കെ, നമുക്ക് എന്തായാലും ഒന്ന് വെയിറ്റ് ചെയ്യാം. നമുക്ക് അവിടുന്ന് ഒരു പുൾ ബാക്ക് വരുന്നുണ്ട് ഓപ്ഷൻ ചാർട്ടിൽ. പക്ഷേ ഞാൻ ഓപ്ഷൻ ചാർട്ടിൽ അത്രയും ട്രസ്റ്റ് ചെയ്യത്തില്ല. കാരണം ഞാൻ ചാർട്ട് നോക്കി എടുക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പോട്ട് ചാർട്ടല്ല, ഫ്യൂച്ചർ ചാർട്ട് നോക്കിയിട്ടാണ് ഞാൻ ട്രേഡ് എടുക്കുന്നത്. ഓക്കെ, നമുക്ക് എന്തായാലും വെയിറ്റ് ചെയ്യാം. ഓക്കെ, എൻ്റെ ടാർഗറ്റ് ഇത് തന്നെയാണ്, ഫസ്റ്റ് ടാർഗറ്റ് വരുന്നത്. ഓക്കെ, ഫസ്റ്റ് ടാർഗറ്റ് വരുന്നത് 51,355 ആ ഒരു ലെവലാണ്. ഓക്കെ, ആ ഒരു ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്യുന്നതാണ് എൻ്റെ ടാർഗറ്റ് വരുന്നത്. നല്ലൊരു റിജക്ഷൻ വരുന്നുണ്ട് നമ്മുടെ ആ ഒരു ഏരിയയിൽ നിന്ന്. നമുക്ക് എന്തായാലും ഒന്ന് വെയിറ്റ് ചെയ്യാം. ഓക്കെ, നമ്മൾ എൻട്രി ചെയ്തേക്കുന്ന ആ ഒരു ലെവലാണല്ലോ. ഓക്കെ, അപ്പോൾ ആ ലെവലിൽ നമുക്ക് അഡ്ജസ്റ്റ്മെൻറ്റ് കാര്യങ്ങളൊക്കെ ചെയ്ത് ഓക്കെ നമുക്ക് നോക്കാം. ഓക്കെ, നമുക്കിനി നമ്മുടെ ട്രേഡിൽ തന്നെ നോക്കാം. ആക്ച്വലി ഒരു റിജക്ഷൻ കാര്യങ്ങളൊക്കെ നമുക്ക് താഴെ വരുന്നുണ്ട്. ഓക്കെ, ഓക്കെ, നമുക്ക് ഫസ്റ്റ് ടാർഗറ്റ് വരുന്നത് നമ്മുടെ ആ ഒരു ലെവൽ തന്നെയാണ് കേട്ടോ. നമ്മുടെ ആ ഒരു ഇൻഡ്യൂസ്മെൻറ്റ്, അതായത് ആ ലിക്വിഡിറ്റി ഓഫ് 51,353 ആ ഒരു ലെവൽ സ്വീപ്പ് ചെയ്യുന്നത് തന്നെയാണ് നമ്മുടെ ഫസ്റ്റ് ടാർഗറ്റ് വരുന്നത്. നമുക്ക് എന്തായാലും ഒന്ന് വെയിറ്റ് ചെയ്യാം. ഓക്കെ, ഓക്കെ, മാർക്കറ്റിൽ ഒരു ബുള്ളിഷ് ട്രേഡ് ഉള്ള ഓപ്പർച്യൂണിറ്റി ആയിരുന്നു തോന്നുന്നു. ഓക്കെ, നമുക്ക് എന്തായാലും വെയിറ്റ് ചെയ്യാം. നമ്മൾ SL വെച്ചിട്ടുണ്ടല്ലോ. മാക്സിമം നമുക്ക് വരുന്ന സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞ പോലെ ആ ഒരു എമൗണ്ടേ വരത്തുള്ളൂ. അപ്പോൾ പിന്നെ നമുക്ക് അത്രയേ ഉള്ളൂ റിസ്ക്. ഇനി മാർക്കറ്റ് എത്ര മുകളിലോട്ട് പോയാലും നമുക്ക് ആ ഒരു റിസ്കിൽ കൂടുതൽ നമുക്ക് റിസ്ക് വരത്തില്ല. ഓക്കെ, അപ്പോൾ നമ്മുടെ റിവാർഡ് വരുന്നത് ഏകദേശം ആ ഒരു ലെവലിലോട്ട് നമ്മൾ വരുവാണെന്നുണ്ടെങ്കിൽ ഒരു 5,000 റുപ്പീസ് അല്ലെങ്കിൽ 5,000 6,000 റുപ്പീസ് ആയിരിക്കും നമുക്ക് ടാർഗറ്റായിട്ടും വരുന്നത്. ഓക്കെ, അതാണ് ഞാൻ പറഞ്ഞത് 1:2 1:3 ആ ഒരു റിസ്ക് റിവാർഡാണ് നമുക്ക് വരുന്നത്. ഓക്കെ, മാർക്കറ്റ് അപ്പ് സൈഡിലോട്ടാണോ? ഓക്കെ, ജസ്റ്റ് എന്തായാലും ഒന്ന് വെയിറ്റ് ചെയ്യാം. ഓക്കെ, കാരണം നമ്മളിപ്പം എൻട്രി ചെയ്തേക്കുന്ന ഒരു ലിക്വിഡ് ഏരിയ ആയതുകൊണ്ട് ചിലപ്പോൾ ആ ഒരു ഏരിയയിൽ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ആവുകയാണെന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ കവർ ഓർഡറിൽ തന്നെയാണ് എൻട്രി എടുക്കുന്നത്. ഇൻ കേസ് കവർ ഓർഡർ അല്ലാതെ നമ്മൾ നോർമൽ മാനുവലി എക്സിറ്റ് അടിക്കുക എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടായിട്ടുള്ള ടാസ്ക്കാണ്. കാരണം നമ്മൾ എൻട്രി ചെയ്യുന്ന ലിക്വിഡായിട്ടുള്ള ഒരു ഏരിയ ആയതുകൊണ്ട് ആ ഒരു ലിക്വിഡിറ്റി ഏരിയയിൽ നിന്ന് നല്ല ഒരു മൊമെൻ്റ് ആയിരിക്കും നമുക്ക് അവിടെ നിന്ന് കാണാൻ പറ്റുന്നത്. സോ അതൊരു ഡിഫിക്കൽട്ടായിട്ടുള്ള ഒരു ഇതാണ് എക്സിറ്റ് അടിക്കുക എന്നുള്ളത്. ഓക്കെ, നമുക്ക് എന്തായാലും ഒന്ന് വെയിറ്റ് ചെയ്യാം. ഓക്കെ, എൻ്റെ ഫസ്റ്റ് ടാർഗറ്റ് ഞാൻ ആ പറഞ്ഞ ഇതാണ്. പക്ഷേ സെക്കൻഡ് ടാർഗറ്റ് നമുക്ക് ആ ഒരു ലെവലിൽ എങ്ങനെയാണോ ഇത് ചെയ്യുന്നത് ആ ഒരു ലെവലിലെ പോലെ തന്നെ നമുക്ക് ഇത് ചെയ്യാം. ഓക്കെ,
ആ ഒരു നമ്മുടെ ഫസ്റ്റ് ടാർഗറ്റ് എനിക്ക് ഹിറ്റ് ആവുന്ന എങ്ങനെയാണ് ആ ഒരു ക്യാൻഡിൽ നോക്കിയിട്ടാണ് ഞാൻ ഫൈനൽ ടാർഗറ്റ് ആ ഒരു 51,264 വെക്കുന്നത്. ഓക്കെ, ഇപ്പോൾ കോസ്റ്റ് ടു കോസ്റ്റ് തന്നെയാണ് നമുക്ക് ട്രേഡ്. ആ ഒരു ഏരിയയിൽ നിന്ന് കണ്ടോ റിജക്ഷനും കാര്യങ്ങളും നല്ല രീതിക്ക് വരുന്നുണ്ട്. ഓക്കെ, നമുക്ക് എന്തായാലും ഒന്ന് വെയിറ്റ് ചെയ്യാം. ഓക്കെ, മാർക്കറ്റിൽ അപ്പ് സൈഡ് തന്നെയാണ്. ഓക്കെ നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ആയിട്ടുണ്ട്. നമ്മുടെ സ്റ്റോപ്പ് ലോസ് കാര്യങ്ങളെല്ലാം നല്ലപോലെ ഹിറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇപ്പം വന്നേക്കുന്ന ലോസ് എന്ന് പറയുന്നത് ഒരു 2,300 ആ ഒരു റേഞ്ചാണ്. 2,271 റുപ്പീസാണ് നമുക്ക് ലോസ് വന്നേക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമുക്ക് ഫസ്റ്റ് ട്രേഡിൽ വന്നേക്കുന്നത്. നമുക്കിനി നോക്കാം, ഇനി ഓപ്പർച്യൂണിറ്റി വരുമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇനിയും ഒരു ട്രേഡ് കാര്യങ്ങൾ എടുക്കാം. ഓക്കെ, നമുക്ക് സി തന്നെ നോക്കാം. കണ്ടോ നമുക്ക് ഇന്ന് സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് നാളെ അല്ലെങ്കിൽ ഇപ്പം നമുക്ക് ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് നോക്കാം. എന്തായാലും ഞാൻ സി തന്നെയാണ് നെക്സ്റ്റ്. ഓക്കെ, ഹലോ ട്രേഡേഴ്സ്. ഓക്കെ, ഞാനപ്പം ഒരു കോൾ എൻട്രിയിൽ ഞാൻ എൻട്രി ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഞാനപ്പോൾ എൻട്രി ചെയ്തേക്കുന്ന ലെവലെന്ന് പറയുന്നത് 51,460 ആ ഒരു ലെവലിലാണ് ഞാൻ എൻട്രി ചെയ്തേക്കുന്നത്. ഓക്കെ, ഇപ്പം ടൈം എന്ന് പറയുന്നത് 10:36 ആണ്. ഓക്കെ, അപ്പം 10:36 ആണ്. ഞാനപ്പോൾ ഈ ഒരു ലെവലിൽ നിന്നാണ് ഞാനിപ്പോൾ മാർക്കറ്റിൽ എൻട്രി ചെയ്തേക്കുന്നത്. എൻ്റെ ഫസ്റ്റ് ടാർഗറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഈ സ്വിംഗ് ഹൈ തന്നെയാണ്. ഓക്കെ, അപ്പം നമുക്ക് ആ ഒരു ടാർഗറ്റ് ഹിറ്റ് ആകുമെന്ന് നോക്കാം. ഞാനിപ്പോഴും എടുത്തേക്കുന്നത് 135 ക്വാണ്ടിറ്റിയാണ്. റിസ്ക് റിവാർഡ് പ്രോപ്പറായിട്ട് മാനേജ് ചെയ്യുന്നതിൻ്റെ ഒരു കാര്യം ഞാനിപ്പോൾ കാണിച്ചു തരാം. ഇൻ കേസ് ഇപ്പോൾ പ്രോഫിറ്റ് ആണ് നമുക്ക് വരുന്നതെന്നുണ്ടെങ്കിൽ ആ ഒരു പ്രോഫിറ്റ് കാര്യങ്ങൾ ഞാൻ കാണിച്ചു തരാം. നമ്മുടെ പ്രീവിയസ് ലോസ് കവറായിട്ട് കണ്ടോ. നമ്മൾ പ്രോപ്പർ റിസ്ക് റിവാർഡ് മാനേജ് ചെയ്ത് 1:2 ഇപ്പം ഞാൻ പറയില്ല 1:1, 1:3 ആ ഒരു റിസ്ക് റിവാർഡിൽ പോകുകയാണെന്നുണ്ടെങ്കിൽ കണ്ടോ നമുക്ക് ആദ്യം വന്ന ലോസ് 2,200, 300 ആയിരുന്നു. ഇപ്പോൾ പ്രോഫിറ്റ് കയറിയതുണ്ടോ. അപ്പോൾ ആകെ 2 ട്രേഡ് എടുത്താൽ മതി. ഓക്കെ, ഞാനിപ്പം കറൻ്റ്ലി ഒരു 6,000 റുപ്പീസ് പ്രോഫിറ്റിലാണ് ഞാനിപ്പോൾ എക്സിറ്റ് അടിച്ചത്. ഓക്കെ, നമുക്ക് 6,000 റുപ്പീസ് പ്രോഫിറ്റ് ചെയ്യുന്ന ഇപ്പം ആദ്യത്തെ ലോസും കൂടെ കുറഞ്ഞ് കഴിഞ്ഞാൽ 4,800 റുപ്പീസ് ഇപ്പോൾ പ്രോഫിറ്റിലാണ്. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.